അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യുപങ്ചർ കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആത്മാവിനെ കുറിച്ചാണ്. സാധാരണ ചോദിക്കാറുണ്ട്, ഈ ഒരു വർഷം കൊണ്ട് ഈ അക്യുപങ്ചർ സിലബസ് മുഴുവൻ പഠിപ്പിച്ച് തീർത്തൂടെ? മെറിഡിയൻ സിസ്റ്റവും പോയിന്റ് സെലക്ഷനും പൾസ് ഡയഗ്നോസിസും രോഗവിവരണങ്ങളും അതെങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു വർഷം കൊണ്ട് തീർക്കാമല്ലോ. ഈ 2 വർഷത്തെ കോഴ്സായിട്ട് എന്തിനാണ് നടത്തുന്നത്? നമ്മുടെ സാധാരണ അക്കാഡമികളെ കണക്ക് അക്യുപങ്ചറുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ ഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല നമ്മളുടെ രീതി. നമ്മളുടെ രീതി ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വക്താക്കൾ എല്ലാം ഞങ്ങളാണെന്ന് വാദിക്കുന്ന അവരുടെ മുന്നിലും സംവാദം നടത്തി നമ്മുടെ ഈ അക്യുപങ്ചറിന്റെ മനോഹരമായ ചികിത്സാ രീതികൾ വിശദീകരിക്കുവാനും, സാധാരണ ഈ മതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ചികിത്സകളൊക്കെ കുറെ അന്ധവിശ്വാസ ചികിത്സകൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതല്ല, ഇതിന്റെ പിന്നിൽ ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്നും ഇതിന്റെ തത്വശാസ്ത്രങ്ങളെല്ലാം ആധികാരികമായി വിശദീകരിക്കുന്നതിനുമൊക്കെയാണ് നമ്മൾ ഈ ആത്മാവിനെ കുറിച്ചും സ്പിരിച്വൽ തലങ്ങളെ കുറിച്ചുമെല്ലാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതുവഴി നമ്മൾ കുറച്ചും കൂടി ശാരീരികമായിട്ട് കരുത്തുണ്ടാവുകയും മാനസികമായിട്ടുള്ള കരുത്തുണ്ടാവുകയും ഇവരുടെ അവഹേളനങ്ങളും കുത്തുവാക്കുകളും എല്ലാം ശക്തമായി നേരിടുവാനുള്ളൊരു മനോബലം ഉണ്ടാക്കിയെടുക്കുകയും സാമൂഹികമായിട്ട് തന്നെ നമ്മുടെ ഈ അക്യുപങ്ചർ മേഖലയെ വികസിപ്പിക്കുന്നതിനുമൊക്കെ ഒരു കരുത്താണ് ഈ സ്പിരിച്വൽ തലത്തിലുള്ള അറിവുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ആത്മീയ തലത്തിലുള്ള അറിവുകൾ അത് ഏകദേശം 10ഓളം വീഡിയോകളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി നമ്മൾ ഈ പൂർണ്ണമായിട്ട് ക്ലാസ്സുകളെല്ലാം കേട്ടിരുന്നാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ റിസൾട്ട് ഈ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും. സാധാരണ അലോപ്പതിയുടെ കണക്ക് 10 രോഗങ്ങളുമായിട്ട് വന്നാൽ 10 തലത്തിലുള്ള ഗുളികകൾ എഴുതുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതി അല്ല അക്യുപങ്ചർ എന്ന് പറയുന്നത്. അക്യുപങ്ചർ 10 രോഗവുമായിട്ട് വന്നു കഴിഞ്ഞാൽ പൾസ് ഡയഗ്നോസിലൂടെ യഥാർത്ഥ കാരണം ഏത് ആന്തരിക അവയവുമായി ബന്ധപ്പെട്ട മൂലകമാണ് ഇംബാലൻസ് പ്രവർത്തിക്കാത്തത്, പ്രപഞ്ചത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളെ സ്വീകരിച്ച് ആന്തരിക അവയവങ്ങൾ കൈമാറാൻ സാധിക്കാത്ത ഏത് അക്യുപങ്ചർ ബിന്ദുവാണ്, ഏത് മൂലകമാണെന്ന് കണ്ടെത്തി ആ ബിന്ദുവിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് കോസ്മിക് എനർജീസ്, പഞ്ചഭൂതാത്മകമായിട്ടുള്ള എനർജിയെ സ്വീകരിച്ചുകൊണ്ട് ആന്തരികാവയവങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനം പഴയ പോലെ തൽസ്ഥിതിയിലേക്ക് ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് രോഗം സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണ്. രോഗത്തിന്റെ കാരണത്തെയാണ് ചികിത്സിക്കുന്നത്, അതിന്റെ പ്രകടനങ്ങളെ അല്ല. ഇപ്പോൾ കരൾ രോഗം വരുമ്പോൾ അതിന്റെ പ്രകടനങ്ങൾ കണ്ണിൽ മഞ്ഞ നിറം കാണാൻ കഴിയും, മൂത്രത്തിൽ മഞ്ഞ നിറം കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ ഓരോരോ ആ പ്രകടനങ്ങളെ അല്ല ചികിത്സിക്കേണ്ടത്, അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണമുണ്ട്, ആ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഈ ഒരു ഹോളിസ്റ്റിക് സമീപനത്തിൽ ശരീരത്തെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ആണ് ഒരു ചികിത്സാ രീതി വരേണ്ടത്. അതിന് മാത്രമേ യഥാർത്ഥ കാരണത്തെ ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൊണ്ടാണ് നമ്മളുടെ ട്രെയിനിങ് ഈ രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആത്മാവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ നിരാകരിക്കുന്ന, യുക്തിവാദികളൊക്കെ നിരാകരിക്കുന്ന ഈ അത്ഭുതകരമായ ശക്തിയെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ തത്വങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും ബൈബിള് പോലുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും എല്ലാം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ശക്തമായ മനസ്സിനെ സൃഷ്ടിച്ച ആ ശക്തിയെ തന്നെ സത്യം, ഇതിനെ പരിശുദ്ധപ്പെടുത്തിയവൻ ജീവിതത്തിൽ വിജയിച്ചു, ഇതിനെ കളങ്കപ്പെടുത്തിയവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷായോ. മനസ്സാണ് ഒരുവന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. മനസ്സ് തന്നെയാണ് അവന്റെ ശത്രുവും അവന്റെ മിത്രവും. മനസ്സ് തന്നെയാണ് അവന്റെ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് എന്ന്, മനസ്സാണ് ബന്ധനത്തിനുമെല്ലാം കാരണമെന്ന് നമുക്ക് ഭഗവത്ഗീതയിലൂടെയും മറ്റും അറിയാൻ കഴിയും. ബൈബിളിലും പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവനെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വേദഗ്രന്ഥങ്ങളെല്ലാം ഈ മനസ്സിനെ കുറിച്ച് പറയുന്നത് ഇതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരി പുരാത്മന. നമ്മൾ സ്വയം തന്നെ നമ്മളെ ഉത്തേജിപ്പിക്കണം, സ്വയം തന്നെ നമ്മളെ മാറ്റം വരുത്തണം. അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. 13-ാം അധ്യായത്തിൽ 11-ാം വചനത്തിലൊക്കെ പറയുന്നത്, ഒരുത്തൻ അവന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ലയോ അതുവരെ അള്ളാഹുവും അവന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കുകയില്ല. അതായത് സ്വയമാണ് ഒരുത്തൻ മാറേണ്ടത്. അപ്പോൾ ആ ഒരു ആയത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളെ കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കുന്നത്.
ഞാൻ പറയുന്നത് ആത്മാവ് എന്ന് പറയുന്ന ഒരു തലത്തെക്കുറിച്ച്, ആ ഘടനയെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം. സാധാരണ മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ജീവൻ ഉണ്ടായതിനു ശേഷം 120ാമത്തെ ദിവസത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ് ഈ ആത്മാവ് പ്രവേശിക്കുന്നതെന്ന്. അപ്പോൾ ജീവനെ കുറിച്ച് നമ്മൾ അത്ഭുതകരമായ വസ്തുതകളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ? ഈ പ്രകൃതിയിൽ കാണുന്ന പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ജീവനുള്ളവയാണെങ്കിലും എല്ലാം ഒരു ബോധനം അതിന്റെ സൃഷ്ടിയിൽ തന്നെയുണ്ട്. ആ ജീവൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ബോധനം, അതിനുശേഷം അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു ബോധനം സൃഷ്ടാവ് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തേനീച്ചയെ കുറിച്ച് ബോധനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു. നഹൽ എന്ന് പറയുന്ന അധ്യായത്തിൽ ഖുർആൻ പറയുന്നു, മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്നതിൽ കൂടുകൾ വെക്കണമെന്നും പർവ്വതങ്ങളിലും മരങ്ങളിലും എല്ലാം കൂടുകൾ വെക്കണമെന്നും അതിനകത്തേക്ക് തേൻ എങ്ങനെയാണ് നൽകേണ്ടതെന്നും എല്ലാം വ്യക്തമായി അതിന് ബോധന നൽകപ്പെട്ടിട്ടുണ്ട് ഉണ്ടല്ലേ? അപ്പോൾ ഈ പ്രകൃതിയുടെ ആ നിലനിൽപ്പിന് ഒരു തേനീച്ച വഹിക്കുന്ന പങ്ക് തന്നെ അത്ഭുതകരമാണ്. ആ തേനീച്ച വർഗം നശിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ ആ ഒരു പരാഗണ വ്യവസ്ഥ തന്നെ തകരാറിലാകും. അതുവഴി ഈ പ്രകൃതി തന്നെ നശീകരിക്കും. നോക്കുക, അപ്പോൾ ഇതെല്ലാം ജീവന്റേതായ പ്രവർത്തനങ്ങളെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഒക്കെ ജീവിക്കാനുള്ള അത്ഭുതകരമായ സംവിധാനമാണ് സൃഷ്ടാവ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഡോൾഫിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, ഒരു ബ്രെയിൻ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഒരു ബ്രെയിൻ ഉറങ്ങുന്ന ഒരു സംവിധാനം അല്ലെ ഡോൾഫിനിൽ. അതേണക്കിന് ദേശാടന പക്ഷികളിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. കടലുകൾ 10,000കണക്കിന് മൈലുകൾ താണ്ടി പോകുന്ന കടലുകൾ കടന്നു പോകുന്ന ദേശാടന കിളികളിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു സമയത്ത് ഉറങ്ങുവാനും ഇരിക്കുവാനുമുള്ള അത്ഭുതകരമായ അതിന്റെ ബ്രെയിൻ സംവിധാനങ്ങൾ നോക്കുക. അപ്പോൾ ഓരോ ജീവജാലങ്ങളെ നോക്കുമ്പോഴും നമുക്ക് ആ അത്ഭുതകരമായ ജീവന്റെ പ്രവർത്തനം കാണാൻ കഴിയും. പക്ഷെ അതിനൊന്നും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ല. അതെല്ലാം പ്രോഗ്രാംഡ് ആണ് അല്ലെ? അതെല്ലാം പ്രോഗ്രാംഡ് ആണ്. പക്ഷെ മനുഷ്യന് പ്രോഗ്രാംഡ് അല്ല. അവൻ ആത്മാവ് നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം ആത്മാവ് എന്ന് പറയുന്നതിന്റെ ശക്തിവിശേഷങ്ങളുണ്ട്. 4 ശക്തിവിശേഷങ്ങളാണ്. അത് നമ്മൾ പഠിക്കണം. കാരണം ഘടന നമ്മൾ പഠിക്കണം. കാരണം മനുഷ്യനിലും പരിണാമങ്ങളുണ്ട്. പല തരത്തിലുള്ള പരിണാമം കടന്നാണ് അവൻ വന്നിട്ടുള്ളത്. ഇപ്പം ബ്രെയിനിലൊക്കെ ആദ്യകാല ബ്രെയിൻ എന്ന് പറയുന്നത് 2 ഹെമിസ്ഫിയർ 2 വ്യത്യസ്തമായിട്ടാണ്, ഒന്നിച്ചല്ലായിരുന്നു. കോർട്ടക്സ് കൊണ്ട് ഒന്നിച്ചല്ലായിരുന്നു, 2 തലത്തിലാണ് അതിന്റെ ബ്രെയിൻ. പിന്നെ അത് പരിണമിച്ചാണ് കോർഡിനേഷൻ വന്നത്. ആദ്യകാലങ്ങളിൽ ബ്രെയിനിന് ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഒരു പരിണാമ തലം വന്നത്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും ദൈവം സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കി തരുവാൻ വേണ്ടി പ്രവാചകന്മാര്, ദൂതന്മാര് ഓരോ കാലഘട്ടത്തിലും ഓരോ തലങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ ആ മനുഷ്യർക്കെന്ന് പറയുന്നത് ആ തലത്തിലുള്ള ബുദ്ധിയേ ഉള്ളായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ബുദ്ധിയിൽ വികാസം സംഭവിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ബുദ്ധിയിൽ വികാസം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അന്ന് പ്രവാചകന്മാരിലൂടെ ദൈവദൂതന്മാരിലൂടെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടുള്ളത്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെയെല്ലാം അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ രൂപങ്ങൾ നൽകിയത്. ഇപ്പോൾ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജസ് ആൻഡ് ഇമോഷൻ ആണ്. അതായത് ഉപബോധ മനസ്സിന്റെ ഒരു പ്രവർത്തനം. അപ്പം ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ആത്മാവിന്റെ ഒരു 4 തലത്തെയാണ്. അതിനെ നമ്മൾ ആ ഘടനയൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു പുരുഷനെ സംബന്ധിച്ച് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളൊക്കെ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 4 തരത്തിലുള്ള പ്രവർത്തനമാണ്. ഒന്ന് ഭാര്യയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, കടമകളുണ്ട്. അച്ഛനമ്മമാരോടുള്ള കടമയുണ്ട്, മക്കളോടുള്ള കടമയുണ്ട്, സമൂഹത്തോടുള്ള കടമയുണ്ട് അല്ലെ? 4 കടമകൾ. ഒരാളാണത്, പക്ഷെ 4 കടമകൾ വരുന്നു. അപ്പോൾ ആ പുരുഷൻ അച്ഛനായിട്ട് നിൽക്കുന്നു, ഒരു സമയത്ത് മകനായിട്ട് നിൽക്കുന്നു, ഒരു സമയത്ത് ഭർത്താവായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ പല പല വിശേഷണങ്ങൾ നൽകപ്പെടുന്നെങ്കിലും ഒന്നാണ്. അതേപോലെ ഈ ആത്മാവെന്ന് പറയുന്നത് ഒരൊറ്റ ഒന്നാണ്. പക്ഷെ അതിനെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പലതായിട്ട് നമ്മൾ വിഭജിക്കുന്ന ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബോധ മനസ്സെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ തലയുടെ ഇത്രയും ഭാഗം ഒരു 10% കപ്പാസിറ്റി ഉള്ള ഇതായിട്ട് നമുക്ക് കാണാം. ഈ തലയ്ക്ക് താഴെയുള്ളത് 90% ഒരു ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാം. ഇപ്പൊ ബ്രഹ്മാവെന്ന് പറയുന്ന ആ രൂപത്തെ എങ്ങനെയാണ് ഗീതയിലും മറ്റുമൊക്കെ വിശദീകരിക്കുന്നത്? അതിന്റെ ആഴത്തിൽ പഠിച്ചവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ഞാൻ തെറ്റായ രീതിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ആഴത്തിൽ പഠിച്ച
സ്വാമിജിമാർ ഭഗവത്ഗീതയും ഭാഗവതവും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. വർഗീയ ചിന്തകളിൽ 90% സ്വാമിജിമാരും നല്ല ബോധമുള്ളവരാണ്. ഈ കാര്യങ്ങളൊക്കെ ആഴത്തിൽ പഠിച്ചവരാണ്. അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു വിശദീകരണം തരും. ഇപ്പോ ബ്രഹ്മാവ്, അതിന്റെ വിശദീകരണം നോക്കുകയാണെങ്കിൽ ബ്രഹ്മാവ് ആ രൂപം കൊണ്ട് അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ രൂപം നൽകിയത്. എന്താണ് അതിന്റെ പിന്നിലൊരു തത്വമുണ്ട്, അതിന് ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. ആ രൂപം കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം പണ്ടുള്ളവർ ഇങ്ങനെ രൂപങ്ങളിലൂടെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നത്. ആ ഭാഷകളെക്കാളും ജനങ്ങൾക്ക് പെട്ടെന്ന് ആ രൂപത്തെ കാണുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. അതായത് വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷാൽ ഗ്രഹിക്കേണ്ടതെന്നാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ ഗ്രഹിക്കേണ്ടതെന്നാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ രൂപം നമുക്ക് മനസ്സിനെ മനസ്സിലാക്കാൻ ബ്രഹ്മാവിന്റെ രൂപം തന്നെ എടുക്കാം. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ബ്രഹ്മാവിനെ ചിത്രീകരിക്കുക. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ജനിപ്പിക്കുന്നവൻ അല്ലേ? അവിടെ നോക്കുക, താമരയ്ക്കകത്ത് ആ താമര തണ്ടെന്ന് പറയുന്നത് പ്രാണനായിട്ടാണ് അതിനകത്ത് സങ്കല്പിക്കുന്നത്. പ്രാണൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന പ്രാണനെ കുറിച്ച്. ആ താമരയായിട്ട് സങ്കല്പിക്കുന്നത് എന്താണ്? മനസ്സെന്ന് പറയുന്ന ഒരു തലത്തെയാണ്. അപ്പോൾ ആ മനസ്സിന് 4 തലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മനസ്സിന് 4. ഒന്നാമത്തത് ബോധം എന്ന് പറയുന്നത്, കോൺഷ്യസ്നസ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗം, ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം പ്രവർത്തനത്തിന് ഒരു ഹാർഡ്വെയർ വേണം. ജീവന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ആ ശരീരം ഹാർഡ്വെയർ, ജീവൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതേപോലെ ആത്മാവിന്റെ ഹാർഡ്വെയർ ആണ്, ആത്മാവിന്റെ തലം പ്രവർത്തിക്കുന്നതിനുള്ള ഹാർഡ്വെയർ ആണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ 4 എണ്ണം. അതായത് ബ്രഹ്മാവിന് 4 തല, ബ്രഹ്മാവിന് 4 തലയാണ് അല്ലെ? അപ്പോൾ ഒരു തല പ്രതിനിധീകരിക്കുന്നത് ബോധത്തെയാണ്. ബോധം വേണം, ജനിപ്പിക്കണമെങ്കിൽ ഒരു ബോധം വേണം. രണ്ടാമത്തെ തല എന്താണ്? വികാരങ്ങളെയാണ്. കാരണം വികാരം വേണ്ടേ? ജന്മത്തിന് ഒരു വികാരം വേണം, കാമം വേണം. കാമം ഉണ്ടെങ്കിൽ ഒരു വികാരം ഉണ്ടാകും. മൂന്നാമതായിട്ട് ബുദ്ധി, ജനിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു ബുദ്ധിയുണ്ട് അല്ലെ? ആ ഒരു ബുദ്ധി വേണം. 4ാമതായിട്ട് വരുന്നതാണ് ചിത്തം. ചിത്തം എന്ന് പറയുന്നത് ഓർമ്മകളാണ്. ഓർമ്മകളെയാണ് ചിത്തം. കാരണം എത്ര സൃഷ്ടിക്കണം, ഇതൊക്കെ ഒരു ബുദ്ധിയും ഓർമ്മയും എല്ലാം കൂടി പ്രവർത്തിക്കുന്നതാണ്. അതേപോലെ തോന്നിവാസികളെ സൃഷ്ടിക്കാൻ കഴിയുമോ? അതാണ് ചിത്തം എന്ന് പറയുന്ന സംസ്കാരം. അതിനകത്ത് എന്തൊക്കെയാണോ വന്നിട്ടുള്ളത് അതാണ് അതിന്റെ സംസ്കാരം. അപ്പോൾ ഈ താമരയാകുന്ന ഞാനെന്ന് പറയുന്ന ഭാവം, ആ ഭാവം എന്തൊക്കെയാണ്? 4 ഘടകങ്ങളാണ്. ബോധമില്ലെങ്കിൽ ഈ ഞാനെന്ന് പറയുന്ന ഭാവം ഉണ്ടാകുമോ? ഇല്ല. ഇപ്പോ ബോധം, ഇപ്പോൾ മനസ്സിനെ നമ്മൾ 4ആയിട്ട് വിഭജിക്കുകയാണ്. ആത്മാവെന്ന് പറയുന്നത് ബോധമുള്ളതിനെയാണ്. ആത്മാവെന്ന് പറയുന്നത് ബുദ്ധിയുടെ അപാരതയാണ്. ആത്മാവെന്ന് പറയുന്നത് ചിത്തം, ഓർമ്മയുടേതായ ഒരു പ്രത്യേക തലമാണ്. എന്ത് കാര്യങ്ങളും ഈ ബോധമനസ്സിൽ ചിന്തിക്കുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അടങ്ങുന്നതാണ് ചിത്തം. അതായത് അൺകോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡിലൊക്കെയാണ് ഇതെല്ലാം അടങ്ങുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതും എല്ലാം അടങ്ങുന്നതാണ് ആ ചിത്തം എന്ന് പറയുന്നത്. ബോധം, ബുദ്ധി, ചിത്തം, വികാരങ്ങൾ. ആ 4നെയും കുറിച്ച് വിശദീകരിക്കാൻ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു തലത്തിൽ ആ ഒരു ചിത്രം, ആ രൂപം നൽകിക്കൊണ്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് ഓരോ രൂപങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപങ്ങളെയാണ് അവർ പരിഹസിക്കുന്നത്. എന്തിനാണ് ബ്രഹ്മാവ് 4 തല, രാവണൻ 10 തല, സ്ത്രീയുടെ ശരീരവും പോത്തിന്റെ തലയുമുള്ള മഹിഷി, ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിന്റെ ആഴതലത്തിലുള്ള അറിവില്ല. അന്നത്തെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്ന രീതിയിലാണ് അന്നത്തെ മഹർഷിമാർ അവതരിപ്പിച്ചത്. രൂപങ്ങളിലൂടെയും വിഗ്രഹങ്ങളിലൂടെയും എല്ലാം അവതരിപ്പിച്ചത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, സൃഷ്ടാവെന്ന് പറയുന്ന അരൂപിയാണ്, രൂപമില്ലാത്തതാണ്, അതെല്ലാം അറിയുന്നവനാണ് എന്നൊക്കെ സൃഷ്ടാവിന്റെ മഹത്വത്തെ കുറിച്ച് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നതായിട്ട് വ്യാസ മഹർഷി എഴുതിയിട്ടുണ്ട്. അതേപോലെ ശ്രീകൃഷ്ണൻ ആരാണ് എന്നും ഗീതയിൽ നമുക്ക് കാണാൻ കഴിയും. കൃഷ്ണ വന്ദേ ജഗദ്ഗുരു. കൃഷ്ണൻ എന്ന് പറയുന്നത് പ്രകാശം പരത്തുന്നതാണ്, അതായത് ഗുരുവാണ്, ജഗത്തിന്റെ ഗുരുവാണ്. ആ വിശദീകരണങ്ങളും എല്ലാം നല്ല സ്വാമിമാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ രൂപങ്ങളില്ലാത്ത, നമുക്ക് ഖുർആനിലും അറിയാൻ കഴിയും, ഖുർആനിലും അതിന്റെ വിശദീകരണമുണ്ട്. ഖുൽ ഹുവ അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, സൃഷ്ടാവ് ഏകനാണ്. ഇത് തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്.
അല്ലാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ്, അതായത് ആരാളും ആശ്രയിക്കേണ്ടാത്തില്ലാത്ത അതിശക്തനാണ് എന്നാണ്. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടിട്ടില്ല, ആരുടെയും മകനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, അവന് മക്കളുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ബ്രഹ്മാവിന്റെ രൂപവുമായിട്ട് ആ മനസ്സിന്റെ ആത്മാവിന്റെ 4 തലങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ നമുക്കൊരു വ്യക്തത വന്നു അല്ലെ. ആത്മാവിന് 4 തലങ്ങളാണ്: ബോധം, വികാരങ്ങൾ, ബുദ്ധി, ചിത്തം. ഈ 4 തലങ്ങളാണ് ആത്മാവിന്. അതുകൊണ്ട് ആത്മാവ് അത് 4ആയിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ പറഞ്ഞ പോലെ ബോധമനസ്സ്, ഉപബോധ മനസ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. ഇത് ബോധമനസ്സ് ബോധവുമായിട്ടും ഉപബോധ മനസ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് സ്ഥലം എന്ന് പറയുന്ന ചിത്തവുമായിട്ടാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല, സെറിബെല്ലം, ഈ ഓർമ്മയുടെയൊക്കെ പ്രവർത്തനം, സെറിബ്രം, ഇങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ഹാർഡ്വെയറിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകില്ല. നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയറിനെയാണ് കൂടുതൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിനി ഈ ശരീരവും ആത്മാവുമായിട്ട് ആ ബന്ധത്തെ നമുക്ക് ആ രഥവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വിശദീകരിക്കാം. അതെ, കൃഷ്ണൻ നയിക്കുന്ന ആ രഥം, ആ യുദ്ധക്കളത്തിൽ. അപ്പോൾ രഥം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതായത് രഥം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ ജീവാത്മാവാണ് കൃഷ്ണനായിട്ട് അവിടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ജീവാത്മാവ്. അതിന്റെ തേരാളിയായിട്ട് നമുക്ക് കൃഷ്ണന്, അതായത് ജീവാത്മാവാണ് ഈ ശരീരത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്. ജീവൻ എന്ന് പറയുന്ന ആ തലത്ത ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ട് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, സ്പർശനം, ത്വക്ക്, ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളായിട്ട് നമുക്ക് കുതിരകളെ നമുക്ക് കാണാം. ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ട്. മനസ്സിനെ നമുക്ക് എന്ത് ആയിട്ട് കാണാം? കുതിരകളുടെ കടിഞ്ഞാണായിട്ട് നമുക്ക് മനസ്സിനെ കാണാൻ കഴിയും. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന തലത്തിൽ ആ രഥത്തിലെ യാത്രക്കാരനായ അർജുനെ നമുക്ക് കാണാൻ കഴിയും. ആത്മാവ്, ഞാൻ എന്ന് പറയുന്ന അഹംബോധം, അഹങ്കാരം എന്നൊക്കെ പറയുന്ന ആ തലത്തിൽ നമുക്ക് അർജുനനെ കാണാൻ നമുക്ക് കഴിയും. അതിന്റെ ആ ഒരു ഘടന നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മനോനിയന്ത്രണം എന്ന് പറയുന്നത് ഓരോ അക്യുപഞ്ചറിസ്റ്റിനും ഏറ്റവും ആവശ്യമാണ്. മനോനിയന്ത്രണം എന്ന് പറയുന്ന ഒരു തലം. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമോ? അപ്പോൾ ഈ ആ ഇന്ദ്രിയങ്ങളാകുന്ന വിഷയങ്ങളെ ഒരു കടിഞ്ഞാൺ എപ്പോഴും ബുദ്ധിയുടെ തലത്തിലാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാൺ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ഇന്ദ്രിയങ്ങൾ ശരീരേച്ഛയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓരോ കുട്ടിയും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ബ്രാഹ്മണനായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ശുദ്ധ പ്രകൃതത്തിലാണ് ഓരോ കുട്ടിയും കടന്നു വരുന്നത്. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഒരു ശരിയായ ജീവിത രീതി ഫോളോ ചെയ്യുന്നവനായിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നവനായിരിക്കും, മന്ത്രോച്ചാരണങ്ങൾ ഉടിയിടുന്നവനായിരിക്കും. അവന്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും. അതാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ. മറിച്ചൊരു തോന്നിവാസിയെ പോലെ ജീവിക്കുന്നവനാണെങ്കിലോ അവനൊരിക്കലും ഒരു ബ്രാഹ്മണനായിട്ട്, അതായത് ശുദ്ധ പ്രകൃതിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുമ്പം തെറ്റായ രീതിയിൽ ധരിക്കേണ്ട. ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ കുഞ്ഞും. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ആദ്യം കുട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുദ്ധമായ പ്രകൃതിയിലെ ആണ് വരുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ, ബോധം നൽകപ്പെട്ടുന്ന ഈ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, ആ രഥത്തെ നയിക്കുന്നതെങ്കിൽ വളരെയധികം അപകടകരമാണ്. ആ കുതിരകളെ തോന്നിയ പോലെ അഴിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. തോന്നിയ പോലെ സഞ്ചരിക്കുവാൻ വിടുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് വലിയ അപകടമാണ് അല്ലെ. ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അറുതിയില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സുഖമായി ജീവിക്കുവാനുള്ള സമ്പത്തും സംവിധാനങ്ങളും ഈ പ്രകൃതിയിലുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ ആർത്തിക്ക് ഉൾക്കൊള്ളുവാൻ ഈ പ്രകൃതിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് ആ ഒരു വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആ ഇന്ദ്രിയങ്ങളുടെ ഇച്ഛകൾക്ക് പിന്നാലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പാടില്ലാത്തതെല്ലാം കാണുകയും കഴിക്കാൻ പാടില്ലാത്തതെല്ലാം നാവിന്റെ രുചിയാൽ കഴിക്കുകയും മദ്യപിക്കുകയും പുകവലിക്കുകയും അനാവശ്യമായിട്ടുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി നാക്കിനെയും നമുക്ക് നിയന്ത്രിക്കണം, കണ്ണുകളെയും നമുക്ക് നിയന്ത്രിക്കണം. കാണാൻ പാടില്ലാത്തതിനൊന്നിനെയും കാണരുത്, അനാവശ്യമായ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ പോകരുത്.
ചെവി ആവശ്യമുള്ളത് മാത്രം കേൾക്കണം. അനാവശ്യമായിട്ടുള്ള പരദൂഷണം ഓരോ പരദൂഷകനും നാശം വരട്ടെ എന്നാണ് ഖുർആനിലൊക്കെ പറയുന്നത്. പരദൂഷണവും അപവാദം പ്രചരിപ്പിക്കുന്നവർക്കും എല്ലാം നാശമാണ് എന്നാണ്. അതായത് അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതികൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ, കുറവുകൾ ഒന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം അതൊരു ചെവിക്കൊരു ലഹരി നൽകുന്നുണ്ട്. ആ ലഹരിയിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം നാശമാണ്. അപ്പോൾ കാഴ്ച കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നത് മാത്രം കാണുകയും, കേൾവി ഉപയോഗിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് പ്രയോജനപ്പെടുന്നത്, നമുക്ക് വേണ്ടുന്നത് മാത്രം കേൾക്കുകയും കാണുകയും നമ്മുടെ ആഹാരമായിട്ട് കഴിക്കേണ്ടത് നാവിന്റെ രുചിക്ക് മുകളില് നല്ലത് ശരീരത്തിനാണോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി നാവിന്റെ രുചിയുടെ പിന്നാലെ മാത്രം പോകാതെ ശരീരത്തിന്റെ ധർമ്മത്തിനും കൂടിയൊക്കെ ഉള്ള സാത്വിക തലത്തിലുള്ള ആഹാര രീതികൾ ഫോളോ ചെയ്യുകയും, ത്വക്ക് സ്പർശനത്തിൽ അനാവശ്യമായ സുഖം നിങ്ങൾ തേടിപ്പോകാതെ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടത് മാത്രം സ്പർശന സുഖത്തിലൂടെയും മറ്റും അനുഭവിക്കുകയും, അങ്ങനെ ആ ഇന്ദ്രിയങ്ങൾ നമുക്ക് കെട്ടഴിച്ചു വിടുവാൻ പറ്റില്ല. ഇവിടെയെല്ലാം വളരെ ജാഗ്രതയോടുകൂടിയാണ് ആ കുതിരകളെ നിയന്ത്രിക്കേണ്ടത്. എന്തുകൊണ്ട്? ബുദ്ധി കൊണ്ട്. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ, ആ കടിഞ്ഞാളിന്റെ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാം കൂടി വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ആ കുതിരകൾ, ഇന്ദ്രിയങ്ങൾ പായാൻ പാടില്ല. മറിച്ച് തേരാളിയായ കൃഷ്ണനായ ബോധമായ ബുദ്ധിയായ ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വേണം ഈ രഥം മുന്നോട്ട് നയിക്കാൻ. ബുദ്ധി, മനസ്സിന്റെ മുകളിൽ ബുദ്ധി പ്രവർത്തിക്കണം. ബുദ്ധിയെയും ആത്മാവിനെയും കൊണ്ട് പലപ്പോഴും മനസ്സ് പല തലങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ പെട്ടുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അത് വലിയ അപകടം. ഇതിലൊക്കെ നമുക്ക് ഗീതാ വിഷയ സംഗ്രഹം 2-ാം അധ്യായത്തില് 62-63 വചനങ്ങളൊക്കെ ഇതാണ് പറയുന്നത്. ധ്യായതേ വിഷയാം പൂപ്സ സംഘസ്തേഷുപജായതേ സംഘാസംജായതേ കാമാ ക്രോധ. 63 പറയുന്നത് ക്രോധാൽ ഭവതി സമോഹ, സമോഹാൽ ഭവതി സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശ ബുദ്ധിനാശ പ്രാണശ്യതി. അതായത് നമ്മൾ എന്തിനാണോ സംഘം ചേരുന്നത്, സംഘം ഇതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നത്, ധ്യാനത്തിൽ എന്തിനോടാണോ നമ്മൾ സംഘം ചേരുന്നത്, ഒരു അനാവശ്യമായ ഒരു കാഴ്ച കണ്ട് അതിനോട് പിന്നെ നിരന്തരം കാണണമെന്നുള്ള ഒരു ഇച്ഛ നമ്മുടെ മനസ്സിനുണ്ട്. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും സുഖം ലഭിച്ചു കഴിഞ്ഞാൽ അത് ആ സംഘം ഉണ്ടാകുന്നു. ആ സംഘത്തിൽ നിന്ന്, നിരന്തരമായിട്ടുള്ള സംഘത്തിൽ നിന്ന് അതിനൊരു കൂട്ടിയോജിപ്പ് ഉണ്ടാകുന്നു. ആ കൂട്ടിയോജിപ്പ് കാമമായി പതിക്കുന്നു. അതിനോട് അടങ്ങാത്തൊരാസക്തി, ആ ആസക്തി അത് നഷ്ടപ്പെടുമ്പോൾ ക്രോധത്തിലേക്ക് നയിക്കുന്നു. ആ ക്രോധം സമൂഹാൽ മറവിയിലേക്കും സ്മൃതി ബോധം നഷ്ടപ്പെടുന്ന, ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്കും, വിവേകം പ്രവർത്തിക്കാത്ത, വികാരം പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക്. അപ്പോൾ എവിടെയും നമ്മുടെ ചിന്ത വിവേകപൂർവമായ ചിന്തയായിരിക്കണം. വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ വിവേകം ഉണ്ടാകില്ല, അല്ലെ? വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ, വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ വിവേക ബുദ്ധി നഷ്ടപ്പെടും. ആ ബുദ്ധി നമ്മുടെ പ്രാണശ്വതി, നമ്മുടെ ജീവനെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ പ്രാണനെ തന്നെ നശിപ്പിക്കുമെന്നാണ് 62-ഉം 63-ഉം വചനമൊക്കെ കാണാൻ കഴിയും. ഇതിന്റെ വിശദീകരണം നമുക്ക് തരാൻ സമയമില്ല, കാരണം ക്ലാസ് പരമാവധി ചുരുക്കേണ്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അതിലെ ആധികാരികമായ വിശദീകരണം ഞാൻ നൽകുമായിരുന്നു. ഇപ്പോൾ ആത്മാവിന്റെ ആ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട. ഇനി അതിന്റെ പ്രവർത്തനമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ശുദ്ധാത്മാവിന്റെ പ്രകൃതിയിലാണ്, ശുദ്ധാത്മാവായിട്ടാണ്. യാതൊരുവിധ തിന്മകളും കളങ്കങ്ങളും ഒന്നുമില്ലാത്ത ശുദ്ധാത്മാവിന്റെ തലത്തിലാണ്. സാധാരണ കുട്ടികൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗങ്ങൾ വരുന്നു, നരകതരമായിട്ടുള്ള ഭവനങ്ങളിൽ ജീവിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ പൂർവ്വജന്മപാവം അല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. സാധാരണ പറയാറുണ്ട് പൂർവ്വജന്മം കൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്നൊക്കെ. സാധാരണ അത് എക്സ്പ്ലനേഷൻ തരാം. അതിന്റെ പൂർവ്വജന്മത്തിന്റെ എന്താണ് അവിടെ അത് പറയുന്നത്. അതുമെല്ലാം ഉപമ രീതിയിലാണ് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളത്. ആ ശുദ്ധ പ്രകൃതിയിൽ വരുന്ന കുഞ്ഞ് എന്താണ്, പിന്നെ ഏതൊരു ഭവനത്തിലാണോ, ഏതാണോ അതിന്റെ സാഹചര്യം, ചുറ്റുപാട്. ഇപ്പോൾ അമേരിക്കയിലാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ നിരന്തരം അവന്റെ ആ സംസ്കാരമാണ് അവനിൽ രൂപപ്പെടുന്നത്. തെറ്റുകള് ശരികള് എല്ലാം അവിടുത്തെ ആ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അവനൊരു ബോധത്തിന്റെ ഒരു വളർച്ചയുണ്ട്. ആ ഒരു ബോധത്തിന്റെ വളർച്ചയിൽ അവന് കാര്യങ്ങൾ പഠിച്ച് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ തിരിച്ചറിയേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ അവനിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ്.
അതുകൊണ്ട് ഏത് തലത്തിൽ ജീവിക്കുന്നു എന്നുള്ളത്, ഏത് രാജ്യത്താണെങ്കിലും ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരു കുട്ടി എവിടെയാണോ ജനിക്കുന്നത്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നിരന്തരമായി മലയാളമായിരിക്കും കേട്ട്, അവന്റെ മാതൃഭാഷ മലയാളം, അവന്റെ ചിന്തകളെല്ലാം മലയാളത്തിലുള്ള ഒരു ചിന്താതല. ഇപ്പൊ ചിന്തകൾക്കൊരു ഭാഷയുണ്ട്, നമ്മൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുക, പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടാണ് നമ്മളിത് കൂടുതൽ വിശദീകരിക്കുക. ചിന്തകൾക്കൊരു ഭാഷയുണ്ട്, ചിന്തകൾക്ക് ശബ്ദമുണ്ട്. നോക്കുക, ചിന്തകളാണ് ഈ മനസ്സിന്റെ ഒരു പ്രവർത്തനത്തിൽ ഒന്നാമത്തത്. ചിന്തകൾ, ഈ ആത്മാവിന്റെ പ്രവർത്തനം തന്നെ ചിന്തകളുമായി ബന്ധപ്പെട്ടാണ്, അതിന്റെ നന്മയും തിന്മയും എല്ലാം. അപ്പോൾ ഏതൊരു രാജ്യത്താണോ ജീവിക്കുന്നത്, ജനിക്കുന്നത്, അതിനനുസരിച്ച് അവന്റെ ഭാഷ പഠിക്കുന്നു. അതുപോലെ ചുറ്റുപാട് എല്ലാം അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എല്ലാം കടക്കുന്നതെല്ലാം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആഹാരം ആവശ്യമാണ്, അതേപോലെ ആത്മാവിന്റെ ആരോഗ്യത്തിനും ആഹാരം ആവശ്യമാണ്. അതെന്താണ് ആഹാരം ആയിട്ട് എടുക്കുന്നത്? ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു ചെല്ലുന്നതാണ്. അപ്പോൾ അവന്റെ ചിന്തകൾ ആ ഭാഷയിൽ രൂപപ്പെടുന്നു. നോക്കുക, അപ്പോൾ എന്താണോ അവൻ പഠിച്ചെടുക്കുന്നത് അതാണ്, എന്താണോ അവന്റെ ചുറ്റുപാട് അതനുസരിച്ചാണ് അവന്റെ സംസ്കാരം, അവന്റെ ചിത്തത്തിൽ, ഓർമ്മയിൽ, അതായത് ഈ ബോധമനസ്സിലൂടെ എന്താണോ അവൻ ഗ്രഹിക്കുന്നത്, ഇതെല്ലാം ഉപബോധ തലം എന്ന് പറയുന്ന, ചിത്തം എന്ന് പറയുന്ന, ഉപബോധ മനസ്സെന്ന് പറയുമ്പോൾ പേര് കൊണ്ട് നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. ചിത്തത്തെ നമ്മൾ ഇവിടെ ഉദ്ദേശിപ്പിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, ആത്മാവിന്റെ ഒരു തലത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഉപബോധ മനസ്സാകുന്ന ഈ സ്റ്റോറേജിൽ പതിയുന്നുണ്ട് അവന്റെ ജീവിത സാഹചര്യങ്ങൾ, അവന്റെ ചുറ്റുപാടുകളെല്ലാം. അതിനനുസരിച്ചാണ് അവൻ തയ്യാറാക്കപ്പെടുന്നത്, അല്ലേ? അവന്റെ ചിന്തകള്, അവന്റെ പ്രവർത്തികള്, അവന്റെ വാക്കുകള്, അവന്റെ സംസാരം, അവന്റെ ഭാഷ, ഇതെല്ലാം അവൻ ഏതൊരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുന്നു അതനുസരിച്ചാണ് രൂപപ്പെടുന്നത്. ഇപ്പൊ ഓക്സാന മൈല എന്ന് പറയുന്ന ഒരു കുട്ടി അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചു പോയി ആ മകളെ. ഇപ്പൊ ഓക്സാന മൈല എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് വളർന്നത് പട്ടികളുമായിട്ടാണ്. അപ്പോൾ ആ പട്ടികളെ രീതിയിലാണ് ആ കുട്ടി പ്രതികരിക്കുന്നതെല്ലാം, കുരയ്ക്കുകയും കടിക്കുകയും ആഹാരം കഴിക്കുന്നതും. അതിന്റെ പ്രവർത്തനമെല്ലാം ഓക്സാല മൈല എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസും മറ്റും കാണാൻ കഴിയും. അപ്പോൾ അതാണ് പറയുന്നത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം. നമ്മളുടെ ആ ചുറ്റുപാടുകളെല്ലാം നമ്മളെ പല രീതിയിൽ ആത്മാവിന്റെ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എല്ലാം ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാഹചര്യങ്ങളും ഒരാളുടെ കുറ്റവാസനകൾക്ക് ഒരു കാരണമായിട്ട് വരാറുണ്ട്, സാഹചര്യങ്ങൾ. പിന്നെ അവനെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ബോധം, ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ബോധം അവന് നൽകപ്പെട്ടിട്ടുണ്ട്. അവന്റെ ആത്മാവ് പ്രോഗ്രാംഡ് അല്ല, അവന് നന്മയിലേക്ക് പോകാം, തിന്മയിലേക്ക് പോകാം. അപ്പോൾ അത് സാഹചര്യവും ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട്, പല സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മനുഷ്യൻ മാറി നിൽക്കണം, ജാഗ്രതയോടുകൂടി മാറി നിൽക്കണം എന്ന് പറയുന്നത്. അതൊക്കെ ഒരു കഥയിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാം. സാഹചര്യം എങ്ങനെയാണ് ഒരാളെ തെറ്റിലേക്ക് നയിക്കുന്നത്. ഒരു കൃഷിക്കാരനുണ്ടായി, കൃഷിക്കാരന്റെ കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം കൃഷിക്കാരൻ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കീരി ആ വീട്ടിൽ നിന്ന് ചോരയും, മുഖം മുഴുവൻ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് വെളിയിലോട്ട് വരുന്ന കണ്ടപ്പോൾ കൃഷിക്കാരന്റെ ആ സാഹചര്യം കണ്ടപ്പോൾ കൃഷിക്കാരൻ വിചാരിച്ചു ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഈ കീരി ആക്രമിച്ചിട്ട് പുറത്തേക്ക് വരികയാണെന്ന്. എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു വടിയെടുത്ത് ആ കീരിയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുകയും ആ കീരിയെ കൊന്നുകളയുകയും ചെയ്തു. അതിനുശേഷം ആ ദേഷ്യമാണ്, ആ സാഹചര്യം കുഞ്ഞിനെ കൊന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഒരു പാമ്പിനെ കീരി കടിച്ചു കീറി കൊന്നിട്ടേക്കുന്നു. കുഞ്ഞ് തൊട്ടിലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. നോക്കുക, ആ ഒരു സാഹചര്യം, അപ്പോൾ ഉണ്ടായ ആ സാഹചര്യമാണ് അയാളെ കൊണ്ട് ആ തെറ്റ് പ്രവർത്തിപ്പിച്ചത്. അപ്പോൾ സാഹചര്യങ്ങൾ പലപ്പോഴും ഈ സാഹചര്യങ്ങളുടെ കെട്ടുപാടുകളിൽ നമ്മൾ കുടുങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മാവ് ശുദ്ധ രൂപത്തിലാണ്. അതിന് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കിട്ടുന്നത്? അതായത് ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ചെല്ലുന്നതാണ് ആത്മാവിനെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്തുന്നതിന് നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, അതുപോലെ ആത്മാവിനും ഭക്ഷണമുണ്ട്. കാഴ്ചയും കേൾവിയിലൂടെയും ഒക്കെ ലഭിക്കുന്നതാണ് അതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ജ്ഞാനമാകുന്ന അമൃതാകുന്ന ഭക്ഷണമാണ് അതിന് നൽകുന്നത്. അതിന് ജ്ഞാനം തന്നെ രണ്ട് തരത്തിലുണ്ട്. ജ്ഞാനം തന്നെ, അറിവ് തന്നെ അറിവുമുണ്ട്, തിരിച്ചറിവുമുണ്ട്. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെയെല്ലാം നേടുന്നത് അറിവാണ്. മറിച്ച് തിരിച്ചറിവ് എന്ന് പറയുന്നത് ആധ്യാത്മിക തലത്തിലുള്ള വേദഗ്രന്ഥങ്ങളിലൂടെയും മറ്റും നമ്മൾ ശേഖരിക്കുന്നതാണ്. നമ്മുടെ ആത്മാവിന് കരുത്തേകുന്ന, ശക്തി നൽകുന്ന അറിവെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിവേക ബുദ്ധിയിലേക്ക് നേടുന്ന അറിവ്. അപ്പോൾ മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ചിന്തകളാണ്. അപ്പോൾ ചിന്തകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഈ
ഈ ചിന്തകൾ കുരിക്കുന്നത് മനസ്സാണ്. നിരന്തരം മനസ്സാ വാച കർമ്മണ, അതായത് മനസ്സിൽ നിന്നാണ് വാചകം ഉണ്ടാകുന്നത്, വചനത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്, അല്ലെ? അപ്പോൾ മനസ്സാണ് ചിന്തകൾ കുരിക്കുന്ന പ്രഭവ സ്ഥാനമാണ് മനസ്സ്. അപ്പോൾ ഈ ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു മനുഷ്യനിൽ 60,000 മുതൽ 80,000 ചിന്തകൾ ഉണ്ടാകുന്നെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നിരന്തരം മനുഷ്യനിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ പോലെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് ആത്മാവിന്റെ ഭക്ഷണമായിട്ട് ഈ ഉപബോധ മനസ്സിൽ ചെന്നത് എന്താണ്? അപ്പോൾ ഈ ബോധ മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ് ലോജിക്ക്, തിരിച്ചറിയാനുള്ള ശേഷി, ഇതൊക്കെ. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്റ്റോറേജ് തലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു ചെന്നിട്ടുള്ള അറിവിനും കാഴ്ചകൾക്കും കേൾവികൾക്കും ഒക്കെ അനുസൃതമായിട്ടാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. നമ്മൾ തന്നെ ഒരു TV സീരിയലുകളോ മറ്റോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന അമ്മമാരൊക്കെ കരയുന്നത് കണ്ടത്തില്ലേ? ഒരു കാഴ്ച അവരിൽ വരുത്തുന്ന ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നോക്കുക. ഇപ്പൊ ശരീരവും മനസ്സുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇരുന്ന് കരയുന്ന കാണാം. അതെല്ലാം ഭാവനയാണെന്നും മായയാണെന്നും സീരിയലാണെന്നും എല്ലാം അവർക്കറിയാം. എന്നിട്ടും അതിന്റെ വികാരങ്ങളിൽ, ആ ഒരു അഭിനയത്തിന്റെ വികാരങ്ങളിൽ അവർ കുടുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിനനുസരിച്ച് അവർ കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഹോർമോൺ വ്യവസ്ഥയിൽ പലതരം മാറ്റങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്? അഡ്രിനാലിൻ ഗ്രന്ഥി അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. കോപപരമായിട്ടുള്ള ഭാവന തലത്തിലൊക്കെ ചില സീരിയലുകൾ കണ്ടു മാറുന്നത് കാണാൻ കഴിയും. കോപിക്കുന്നത്, അവൾ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്, അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് കോപിക്കുന്ന. കാരണം ഒരു ദൃശ്യം പോലും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ, റെസ്പോൺസുകൾ സൃഷ്ടിക്കുന്നുണ്ടാണ്. അപ്പോൾ കാഴ്ച, കേൾവി ഇതിലൂടെയൊക്കെ ചെല്ലുന്നത് നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ സ്റ്റോർ ആകുന്നുണ്ട്. ആ ഉപബോധ മനസ്സിനനുസരിച്ചാണ് നമ്മൾ എന്താണോ കൊടുത്തത് അതിന് അനുസരിച്ചിട്ടുള്ള ചിന്തകളാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ പറയുകയാണ്, ഇപ്പൊ ഗൂഗിളിൽ നമ്മളൊരു വേർഡ് അടിച്ചു കൊടുത്തു. അപ്പൊ എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ഒരു വേർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മൈൻഡുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, യൂട്യൂബിൽ നമ്മൾ മൈൻഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളെല്ലാം വരും, അല്ലേ? അതേപോലെ നമ്മളെ ചിന്തയിലേക്ക് എന്താണോ ഉൾക്കൊള്ളുള്ളത്, എന്താണോ നമ്മള് ഈ ഇന്ദ്രിയങ്ങൾ വഴി ഗ്രഹിച്ചിട്ടുള്ളത്, അതിനനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ വരുന്നത്. അപ്പോൾ most of the psychosomatic medicines is now estimate that 3/4 of physical ailments to originate in our mind rather than our bodies എന്നാണ് ഇപ്പോ ആധുനിക സൈക്യാട്രി വിഭാഗങ്ങളിലൊക്കെ നിരന്തരമായ പരീക്ഷണങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദി സൈക്കോസോമാറ്റിക് മെഡിസിൻസ് ഈസ് നൗ എസ്റ്റിമേറ്റ് ദാറ്റ് 3/4 our physical ailments to originate in our mind rather than our body. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ 3/4 മനസ്സിൽ നിന്ന് ആരംഭിച്ച് ശരീരത്തിൽ പ്രകടമാകുന്ന രോഗങ്ങളാണെന്ന്. ഇത് ശാസ്ത്രലോകത്തിലെ നമ്മൾ പ്ലാസിബോ, നോസിബോ എന്നൊക്കെ എഫക്റ്റ്, പോസിറ്റീവ് ചിന്താഗതി, നെഗറ്റീവ് ചിന്താഗതി എന്നല്ല അവിടെ പറയുന്നത്. അവിടെ പ്ലാസിബോ, നോസിബോ എഫക്റ്റുകളുടെ രീതിയിലാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ചിന്തകളാണ് 3/4 രോഗങ്ങളുടെ എല്ലാം പ്രധാന കാരണം മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകളാണ്. ചിന്തകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു രോഗം, ആ രോഗമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഭയപ്പെടുത്തുന്ന, കാരണം ചികിത്സാ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഭയമാണ്. ഒരു ചെറിയൊരു കുരു വന്നാൽ പോലും അത് ക്യാൻസർ ആണോ എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ പല ലക്ഷണങ്ങളും ഒക്കെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും മറ്റുമാണ് ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം നമ്മുടെ ചിന്താഗതികൾ, ആ രീതിയിലേക്കുള്ള ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ആ ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ പലതര ഹോർമോൺ വ്യതിയാനങ്ങളിലേക്ക്, ഭയം, ആദി, ടെൻഷൻ ഇതുപോലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു. ടെൻഷൻ, ആദി വ്യാധിക്ക് കാരണമാകുമെന്നൊക്കെ തന്നെ ആയുർവേദത്തിലുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ആദി വ്യാധിക്ക് കാരണമാകും. അപ്പോൾ ഇതെല്ലാം, ഈ വികാരങ്ങളെല്ലാം എന്താണ്? ചിന്തകൾ. ആ ചിന്തകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള റോ മെറ്റീരിയലുകൾ എന്താണോ നമ്മൾ ഇത് ചിന്തകൾ ഉണ്ടാകുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള റോ മെറ്റീരിയൽ, അതിനനുസരിച്ചാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ അക്യുപങ്ചർ പോലുള്ള ചികിത്സാ രീതികൾ ആശ്രയിക്കേണ്ടത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഭയപ്പെടുത്തലുകളൊന്നുമില്ല. ഇവിടെ നിങ്ങളുടെ ഏത് രോഗവും പൂർണ്ണമായും സുഖപ്പെടുത്തുവാനുള്ള
അത്ഭുതകരമായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ ഒരു പ്രധാന ഘടകമാണ് ചികിത്സയിൽ. ആ ജീവിത രീതികൾ ഇന്ന് കാണപ്പെടുന്നതിൽ ഭൂരിഭാഗവും ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, അൾസർ, ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതെല്ലാം പലരും ജീവിതശൈലി രോഗങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എല്ലാം അക്യുപങ്ചറിന്റെ തത്വശാസ്ത്രം, ജീവിത രീതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫോർജിയും ഒക്കെ പാലിച്ചുകൊണ്ട് അക്യുപങ്ചർ ചികിത്സ അത്ഭുതകരമായി ഒരാളെയും ഭയപ്പെടുത്താതെ രോഗങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഭയം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭയപ്പെടുത്തലുകൾക്ക് വശംവദരാകുന്ന രീതിയിലുള്ള ചികിത്സാ ശാസ്ത്രങ്ങളിൽ നിന്ന് നമ്മൾ അകന്നാണ് നിൽക്കേണ്ടത്. യത് ഭാവ തത് ഭവതി, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എന്താണോ നമ്മൾ ഭാവനയിൽ സൃഷ്ടിക്കുന്നത്, ഒരാൾക്ക് ക്യാൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും മാരക രോഗം വരുമോ എന്നുള്ള ആ ഒരു ഭാവന കൊണ്ട് നടന്നു കഴിഞ്ഞാൽ യത് ഭാവ തത് ഭവതി, അത് സംഭവിക്കും. യഥാ ദൃഷ്ടി, നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി, അത് സംഭവിക്കും. അപ്പോൾ രോഗങ്ങളുടെ ചിന്തയും രോഗഭയങ്ങളുടെ ചിന്തകളും ഒക്കെയാണ് നമ്മൾ പേറിക്കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ രോഗിയായി മാറുകയും നരകതുല്യമായ, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ നരകതുല്യമായ ഒരു ജീവിതം ജീവിക്കേണ്ട ഒരവസ്ഥയും വരും. ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും നരകതുല്യമായ ചിന്തകളുമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. കൊറോണയുടെ കാര്യത്തിൽ തന്നെ ജനങ്ങളെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ അന്ന് മുതലേ പറയുന്നതാണ് ഇതൊരു വാക്സിനേഷന് വേണ്ടിയുള്ള നാടകമാണ് എന്നൊക്കെ. അക്യുപങ്ചറിൽ വിദഗ്ധമായിട്ടുള്ള എന്ത് രോഗലക്ഷണമാണോ ഉള്ളത് അതിനുള്ള വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയതാണ്. എന്നിട്ടും ഗവൺമെന്റ് അത് സ്വീകരിച്ചില്ല. അപ്പോൾ അവിടെയെല്ലാം കച്ചവടമാണ് ഉദ്ദേശിക്കുന്നത്. കോടാനുകോടിയുടെ മാഫിയയുടെ, മരുന്ന് മാഫിയയുടെ, ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ കച്ചവടമാണ് അവിടെ തഴച്ചു വളർന്നത്. അപ്പോൾ ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിന് എന്താണോ റോ മെറ്റീരിയൽ കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മളിൽ ചിന്തകൾ ഉണ്ടാകുന്നത്. ആ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തികളിലേക്ക് നയിക്കുന്നത്. ആ പ്രവർത്തികളാണ് നമ്മുടെ ശീലങ്ങളിലേക്ക് നയിക്കുന്നത്. ആ ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവമായി രൂപപ്പെടുന്നത്. ആ സ്വഭാവമാണ് നമ്മുടെ സംസ്കാരം. എന്താണ് നമ്മളെന്ന് പറയുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ആ സ്വഭാവമാണ്. ആ സ്വഭാവം ആ തലത്തിൽ നിന്ന് ആ തലത്തിലുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുന്നു. ആ തലത്തിലുള്ള ചിന്തകൾ വീണ്ടും അത് പലതരം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. അപ്പോൾ നല്ല ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ജ്ഞാനം നൽകുന്ന ആധ്യാത്മികമായിട്ടുള്ള തലത്തിലുള്ള അറിവുകളാണ് നമ്മൾ നിരന്തരം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ തലത്തിലുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാകും. ആ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനവും സ്പിരിച്വാലിറ്റി കടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. അതനുസരിച്ച് നമ്മുടെ ശീലവും അതനുസരിച്ച് രൂപപ്പെടും. അതനുസരിച്ച് നമ്മുടെ സ്വഭാവം അതനുസരിച്ചുള്ള സ്വഭാവം അതനുസരിച്ചുള്ള ഒരു ജീവിത തലമായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്. മറിച്ച് നമ്മൾ നാശകരാത്മകമായ വിഷയങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് വംശം പെട്ടുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെയുള്ള ഒരു ചിന്തകളാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതനുസരിച്ചുള്ള ശീലങ്ങൾ ശീലങ്ങളിൽ നിന്ന് അതനുസരിച്ചുള്ള ഒരു സ്വഭാവം, അതനുസരിച്ചുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്ന് അതനുസരിച്ചുള്ള ഒരു ജീവിതതലം, ആ ഒരു ജീവിതതലത്തിൽ നിന്ന് വീണ്ടും അതനുസരിച്ചുള്ള ചിന്തകളാണ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം. ഈ ആത്മാവിൽ അതനുസരിച്ചാണ് ശേഖരിക്കപ്പെടുന്നത്, നന്മ തിന്മകൾ ശേഖരിക്കപ്പെടുന്നത്. അപ്പോൾ ജ്ഞാനമാകുന്ന ആധ്യാത്മിക തലത്തിലുള്ള അറിവുകളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവൃത്തി എപ്പോഴും ശുഭകരമായ, ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാവിന്റെ വിശ്വാസത്തോടുകൂടി, ജീവിതത്തിന്റെ നിയമം തന്നെ വിശ്വാസമാണ്. ഒരാൾ എന്താണോ ശക്തമായി വിശ്വസിക്കുന്നത് അതനുസരിച്ച് അവന്റെ ബ്രെയിനിൽ തന്നെ പലതരം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് RAS എന്നൊക്കെ പറയും, റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ഒരു പാതയൊക്കെ രൂപപ്പെടുന്നുണ്ട്. അത് ബലപ്പെടുന്നതനുസരിച്ചായിരിക്കും പിന്നെ അവനിൽ ഉണ്ടാകുന്ന വീണ്ടും 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 ഉണ്ടാകുന്ന ചിന്തകൾ. മറിച്ച് നെഗറ്റീവ് തലത്തിലുള്ള ചിന്തകളാണ്, ഇൻഫർമേഷനുകളാണ് ഒക്കെയാണ് അവനിൽ ലഭിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള മോശകരമായിട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന നന്മയെന്നൊക്കെ പറയുന്നത് അവന്റെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷെ അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം അവൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയെല്ലാം അവൻ പരീക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്.
അവൻ ജീവിതത്തിൽ ഒന്നിനെയും പ്രശ്നമായിട്ടല്ല കാണുന്നത്, അവൻ പരീക്ഷണമായിട്ടാണ്. പരീക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ ഈ പരീക്ഷയൊക്കെ എഴുതുന്ന SSLC പരീക്ഷ, +2 പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷ, സിവിൽ സർവീസ് ലെവലിലുള്ള പരീക്ഷകൾ. അപ്പോൾ ഓരോ പരീക്ഷയുടെയും കാഠിന്യം കൂടുന്നതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലം, അതിൽ നിന്ന് കിട്ടുന്ന ഗുണം, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതിന്റെ ആനന്ദതലം വ്യത്യസ്തമാണ്. ഉയർന്ന തലത്തിലാണ്. ഉയർന്ന പരീക്ഷകളിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന, നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങൾ പ്രശ്നങ്ങളല്ല. ഇനി നമ്മൾ പ്രശ്നങ്ങൾ എന്തായിട്ട് കാണുന്ന ഒരു വിശ്വാസി പരീക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ആ പരീക്ഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വികാരത്തിൽ അടിമപ്പെടുകയല്ല. പലപ്പോഴും പ്രശ്നങ്ങളിൽ വരുമ്പോൾ, പ്രശ്നങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുമ്പോൾ അവർ വികാരത്തിൽ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ ഓരോ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളെ അവൻ കാണുന്നത് പരീക്ഷണമായിട്ടാണ്. ഇതാണ് രണ്ട് തരത്തിലുള്ള ഒരു തലമുണ്ട്. ഇപ്പോൾ ഒരു പ്രതികരണം, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം സംഭവിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ അതിന് കാരണവുമുണ്ട്, ഒരു പരമകാരണവുമുണ്ട്. പരമകാരണം എന്ന് പറയുന്നത് എന്താണ്? അതായത് അത് ഞാൻ എന്റെ വിധിക്കപ്പെട്ടതാണ്, എനിക്ക് ഇന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ വരും, ഇന്ന രീതിയിൽ അപമാനം സ്വീകരിക്കേണ്ടി വരും, ഇന്ന രീതിയിൽ ആക്രമിക്കപ്പെടും, ഇതെല്ലാം എന്റെ വിധിയിലുള്ളതാണ്. ആ ഒരു പരീക്ഷണത്തെ ഒരു വിധിയുമായിട്ട് ബന്ധപ്പെടുത്തും. എന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വരാൻ വിധിയുണ്ട് എന്നുള്ള ആ ഒരു തലത്തിൽ വിധിവിശ്വാസം, അവിടെ ആ വിധിവിശ്വാസത്തിലൂടെ ഈശ്വര സ്മരണയിലേക്കാണ് ആ വിശ്വാസിയെ സംബന്ധിച്ച്, ഈ ഭൗതികത അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു ആത്മീയവാദിയെ വന്ന് ചീത്ത വിളിച്ചാലും അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും എല്ലാം അവൻ വിധിവിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരിക്കും. ഇപ്പൊ ബുദ്ധന് ഒരാൾ വന്ന് ഒരുപാട് ചീത്തകൾ, വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ചീത്തകൾ വിളിച്ചപ്പോഴും ബുദ്ധൻ അതൊന്നും സ്വീകരിച്ചില്ല, അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. അപ്പോൾ വിവേകത്തിലിരുന്നാണ്. അപ്പോൾ വികാരത്തിൽ പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ വിവേകം നഷ്ടപ്പെടും. വികാരം ഉണ്ടാകുമ്പോൾ വിവേകം നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു കാരണത്തിന് പിന്നിൽ ഒരു പരമകാരണമുണ്ട്. ഇപ്പൊ സീതാദേവി രാവണന്റെ കോട്ടയിൽ ഒരുപാട് പീഡനങ്ങളും മറ്റുമൊക്കെ സഹിച്ചു. അതിനുശേഷം ശ്രീരാമൻ കണ്ടുമുട്ടിയതിനു ശേഷം സീതാദേവി കാര്യങ്ങളെല്ലാം ശ്രീരാമനോട് പറയുകയാണ്, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, ഇത്രയൊക്കെ അനുഭവിക്കാൻ വേണ്ടി ഞാൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് ശ്രീരാമന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, നീ ഒരു മഹാപാപം ചെയ്തിട്ടുണ്ട് എന്ന് ശ്രീരാമൻ മറുപടി പറയുക. അതെന്താണ് പാപം? അതായത് പണ്ട് മാനക്കണ്ട വേട്ടയ്ക്ക് പോയപ്പോൾ രാമനെ കാണാതെ സീതാദേവി ശപിച്ചുകൊണ്ട് ലക്ഷ്മണനോട് ഒരു വാക്ക് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വേദനിപ്പിച്ചു, അതിന്റെ പാപമായിട്ടാണ് അവിടെ അനുഭവിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങൾക്കും എല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട്. ഒന്നിൽ നമ്മൾ ചെയ്തിട്ടുള്ള അപരാധങ്ങൾ വഴിയായിരിക്കാം ആ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഏതോ ഒരു സമയത്ത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഒരു ഫലമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രോഗങ്ങൾ വരുന്നതും പ്രശ്നങ്ങൾ വരുന്നതും പ്രതിസന്ധികൾ വരുന്നതും ദുരിതങ്ങൾ വരുന്നതും എല്ലാം തങ്ങളുടെ പാപം പൊറുക്കപ്പെടുന്നുണ്ട്. താൻ ഈ നിരന്തരമായി ജീവിതത്തിൽ ചെയ്ത പാപങ്ങളുടെ ഒരു പൊറുക്കലാണ്, അതിന്റെ പാപത്തിൻ്റെതായ ഒരു കർമ്മഫലം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധിവിശ്വാസമായിട്ടാണ് അവൻ അനുഭവപ്പെടുന്ന ഓരോ പ്രശ്നങ്ങളെയും അവൻ കാണുന്നത്. മറിച്ച് ഒരു ഭൗതികവാദിയെ സംബന്ധിച്ച് ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളെല്ലാം, ഇപ്പോൾ ഒരു മകൻ മരിച്ചു, വളരെ ഓമനിച്ച് വളർത്തിയ ഒരു മകൻ മരിക്കുമ്പോൾ ഭൗതികവാദിയെ സംബന്ധിച്ച് അത് വലിയൊരു ദുരന്തമായി കണ്ട് വികാരത്തിന് അടിമപ്പെട്ട് അവന്റെ ജീവിതം തന്നെ ദുസ്സഹമായ ഒരു തലത്തിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മറിച്ച് ആത്മീയവാദിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ സൃഷ്ടാവിൻ്റെതായ ഒരു പരീക്ഷണമായിട്ട് കണ്ടുകൊണ്ട് ആ പരീക്ഷണത്തെ എങ്ങനെ മറികടക്കാം, അതിന് എങ്ങനെ സമാശ്വാസം കണ്ടെത്താം, അതിൽ കൂടുതൽ ജ്ഞാനം നേടിക്കൊണ്ട് ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് ആ സമാധാനമായിട്ടുള്ള ശാന്തമായ ഒരു മനസ്സിലേക്ക് മാറ്റപ്പെടുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. അപ്പോൾ ഒരു ഭൗതികവാദിയെ സംബന്ധിച്ച് നിരന്തരം ചിന്തകൾ കൊണ്ട് അവന്റെ മനസ്സിനെ അവൻ ദുസ്സഹമാക്കുമ്പോൾ
ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരീക്ഷണങ്ങളെല്ലാം സമചിത്തതയോടുകൂടി നേരിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മനസ്സ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും നിയന്ത്രിക്കേണ്ടതായിട്ടില്ല. ചിന്തകൾ നിയന്ത്രിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ചിന്തകൾ ഇങ്ങനെ നിരന്തരം വരും പോകും. അത് ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ബോധവാനായിരിക്കണം. ബുദ്ധന്റെ ഒരു കഥയാണത്. അപ്പോൾ ബുദ്ധൻ വെള്ളം എടുക്കാൻ ശിഷ്യനെ പറഞ്ഞു വിട്ടപ്പോൾ ശിഷ്യൻ വന്ന് പറഞ്ഞു, അത് മുഴുവൻ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന കുളമാണ്, അവിടുത്തെ അഴുക്ക് വെള്ളമാണ്, അത് നമുക്ക് കുടിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ശിഷ്യൻ ചോദിച്ചപ്പോൾ ബുദ്ധൻ മറുപടി പറഞ്ഞു, നീ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ക്ഷമയോടുകൂടി കാത്തിരുന്നപ്പോൾ ആ കലങ്ങിയ കുളം ചെടികളെല്ലാം അടിത്തട്ടിൽ പോയി ശുദ്ധമായ ആ തെളിഞ്ഞ വെള്ളമായി മാറി. അപ്പോൾ അതുപോലെയാണ് മനസ്സിനെ സംബന്ധിച്ചും നിരന്തരം നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിരന്തരം ദുസ്സഹമാകുന്ന നരകതുല്യമായി മാറുന്ന മനസ്സിനെയും നമുക്ക് എങ്ങനെയാണ് ഈശ്വര സ്മരണ എന്ന് പറയുമ്പോൾ വിധിവിശ്വാസവുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളും എല്ലാം നമ്മുടെ കർമ്മഫലവുമായിട്ടോ അതല്ലെങ്കിൽ പരീക്ഷണമായിട്ടോ കാണുമ്പോൾ ഒരുതരം ടാസ്ക് അതിൽ നിന്ന് എങ്ങനെ ബുദ്ധിപൂർവമായിട്ട് നമുക്കതിൽ നിന്ന് കടക്കാൻ കഴിയുമെന്നുള്ള ഒരു വിവേകപൂർണമായിട്ടുള്ള ചിന്ത നമ്മളിൽ നിന്നുണ്ടാകും. ആ ചിന്ത എന്ന് പറയുമ്പോൾ ഇതുപോലെ കലങ്ങി മറിഞ്ഞ മനസ്സിനെ നമ്മൾ നിരന്തരം സമാധാനത്തോടു കൂടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ മാറി നിന്ന് നമ്മൾ ആ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ കുറെ സമയം കഴിയുമ്പോൾ അത് ശാന്തമായി വരും. അതായത് ഒരു ജലാശയത്തിലേക്ക് നമ്മൾ കല്ലുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ അവിടെ ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ കല്ലുകളാകുന്ന ചിന്തകൾ നമ്മൾ നിരന്തരമായ നിഷേധാത്മകമായ ചിന്തകൾ ഇടുന്നതിന് പകരം ഈശ്വര സ്മരണ കൊണ്ട് മാത്രമേ ഒരു മനസ്സിന് ആശ്വാസം ലഭിക്കുകയുള്ളൂ, മനസ്സ് സമാധാനത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ഇത് സൃഷ്ടാവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്നുള്ള തലത്തിൽ നമ്മൾ അതിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള വിവേകപൂർവമായ ചിന്തകൾ നമ്മളിൽ നിന്നുണ്ടാകും. മറിച്ച് അതിനെ വികാരതലത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ വികാരതലത്തിലുള്ള വൈബ്രേഷനുകൾ, ഞാൻ പറഞ്ഞു ചിന്തകൾ വൈബ്രേഷനാണ്, വികാരതലത്തിലുള്ള വൈബ്രേഷനുകളിലാണ് എങ്കിൽ നമ്മൾ വളരെ ദുസ്സഹമായ ജീവിതം, നരകതുല്യമായ ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ച് തീർക്കേണ്ടി വരുന്നത്. അതനുസരിച്ച് നിഷേധാത്മകമായ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. മസാറോ ഇമോട്ടോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് തെളിയിച്ചത്. നമ്മുടെ ചിന്തകൾ, അദ്ദേഹം പല സ്ഥലത്തിൽ നിന്ന് വെള്ളം ശേഖരിച്ചതിന് ശേഷം ആ വെള്ളം ഒരു ഗ്ലാസ്സിൽ ശേഖരിച്ചതിന് ശേഷം പലതരത്തിലുള്ള വികാരങ്ങൾ, അതായത് ഒരു ദിവസം അദ്ദേഹം അതിനകത്ത് വളരെ സ്നേഹതരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചെന്ന് അതിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇമോഷനിൽ നിന്നുകൊണ്ട് ആ വെള്ളത്തെ അദ്ദേഹം ക്രിസ്റ്റൽ രൂപത്തിലാക്കിയതിനു ശേഷം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ വളരെ മനോഹരമായ ഒരു ചിത്രം. ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ ദേഷിച്ചുള്ള മനോഭാവത്തിൽ, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, കോപം ഈ ഒരു തലത്തിൽ വന്ന് ആ ഗ്ലാസ് വെച്ച വെള്ളത്തിനകത്തേക്ക് അതിൻ്റെതായ ചിന്താ തരംഗങ്ങൾ അദ്ദേഹം നൽകിയപ്പോൾ അത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള പിക്ചറുകളാണ് അതിൽ നിന്ന് അത് ക്രിസ്റ്റൽ രൂപത്തിലാക്കിയതിനു ശേഷം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ യൂട്യൂബിലും മറ്റും വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശക്തീകരിക്കേണ്ടത്. ഞാനൊരു ഹിന്ദികളാണ് ഇത് നൽകുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കി വളരെ മികച്ചകരമായ, അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ശരീരമാകുന്ന 80% ജലമെന്ന് പറയുന്നതിലും പലതരത്തിലുള്ള തരംഗ മാറ്റങ്ങൾ, ഇതിന്റെ തന്മാത്രകളുടെ ഘടനകളിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ക്രോധം, കോപം, അതാണ് വിഷയാവിനി വർത്തന്തേ നിരാഹാരസ്യാദേഹിന രസവർജം വ്യാസോപസ്യാപരം ദൃഷ്ടാൽ നിവർത്തതേ ക്രോധാൽഭവതി സമൂഹാൽഭവതി സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശ ബുദ്ധിനാശ പ്രാണശതി എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ നമുക്ക് വിമുക്തമാക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നിരാഹാരത്വം, അതായത് ഉപവാസം. ഇപ്പോൾ ഇസ്ലാം മതസ്ഥർക്ക് അനുഷ്ഠിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ ആഹാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഉപവാസമാണ്. അത്രയും നേരം മനസ്സിന്റെ ഇച്ഛകൾക്ക് ആഹാരം എന്ന് പറയുന്ന ഉള്ള ആർത്തി, അതായത് രുചിയോടുള്ള ഒരു ആർത്തി, നാക്കിന്റെ
അടിമത്വത്തിന് മുകളിലുള്ള ഒരു കടിഞ്ഞാണാണ് ആ സമയം മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും മറ്റും നിയന്ത്രിച്ചുകൊണ്ട് ആ നാക്കിന്റെ രുചിയുടെ അടിമത്വത്തിന്റെ മുകളിലൊരു നിയന്ത്രണം, അതേപോലെ കാഴ്ചകളിൽ മേലുള്ള നിയന്ത്രണം, കേൾക്കുന്നതിലുള്ള നിയന്ത്രണം, മനസ്സിന്റെ ഒരു നിയന്ത്രണം, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അനാവശ്യമായ കാഴ്ചകളിൽ അനാവശ്യമായ കേൾവികളിൽ നിന്നല്ല ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ മുകളിലുള്ള ഒരു കടിഞ്ഞാലാണ് ഞാൻ പറഞ്ഞില്ലേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഉപവാസ സമയത്ത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ പ്രതിഫലം. അതിനെക്കുറിച്ചുള്ള ദീർഘമായ വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേണ്ടവർ അതിനകത്ത് ചോദിച്ചാൽ മതി, വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അതിനുള്ള യൂട്യൂബ് ലിങ്കുകളും മറ്റും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഉപവാസം, അതായത് വാസം മീൻ അടുത്തിരിക്കുക. ആരുടെ അടുത്തിരിക്കുക? ഈ ആത്മാവിനോടൊപ്പം വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്ന ജ്ഞാനത്തിലേക്കാണ് ആ സമയങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത്. ഇപ്പൊ കർക്കിടക മാത്രം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഉപവാസ സമയങ്ങൾ, ഏകാദശി വ്രതങ്ങൾ, അതുകൊണ്ട് കർക്കിടക മാസം നിരന്തരമായ രാമായണം പാരായണം ചെയ്യലും ഒക്കെ ജ്ഞാനം, ആത്മിക ജ്ഞാനം നിരന്തരമായി ആത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓരോ പുരാണങ്ങൾ, ഇതിഹാസ കഥകളിലൂടെയും എല്ലാം അവരുടെ ആത്മാവിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് നമുക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഉപവാസമാണ് ഇതിന് ഏറ്റവും നല്ല മനോനിയന്ത്രണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ ഒരു ഉത്തമ മനുഷ്യനായിട്ട് ആത്മാവിനെ ഏറ്റവും ഉയർന്ന തലത്തിൽ നമുക്ക് മാറ്റുവാൻ കഴിയും. ഏതൊരു സാഹചര്യത്തിൽ നിന്നും അതാണ് സൃഷ്ടാവ് തുറന്നു നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ചരിത്ര സംഭവങ്ങളിലൊക്കെ അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലഘട്ടമൊക്കെ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടം ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പൊക്കെ ജാഹിലിയ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ എല്ലാവിധ അന്ധകാരമായ ദുർവൃത്തികളിലും അതപ്പതിച്ചിരുന്ന ഒരു കാലഘട്ടം. ഉമ്മറിനെയൊക്കെ നമുക്കറിയാമായിരുന്നു, കൊള്ളക്കാരനായിരുന്നു, ആ രീതിയിൽ പിടിച്ചുപറിക്കാരനായിരുന്ന ആ ഉമ്മറിനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുനരുദ്ധീകരിച്ചുകൊണ്ട് അറിവാകുന്ന, ജ്ഞാനമാകുന്ന, തിരിച്ചറിവാകുന്ന ഖുർആനിക ജ്ഞാനം കൊണ്ടൊക്കെ ഏറ്റവും ലോകം ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഭരണാധികാരിയാക്കി മാറ്റുന്ന ആ തലത്തിലേക്ക് ഏറ്റവും നല്ല സംസ്കാര സമ്പന്നരാക്കിയ ആ ഒരു ജനതയിലേക്കൊക്കെ മാറ്റിയത്. അപ്പോൾ ഏതൊരു മനുഷ്യനും മാറ്റം സാധ്യമാണ്. തന്റെ മനസ്സിൽ ഒരുപാട് ദുഷ്ചെയ്തികളും ഒക്കെ ചെയ്ത് ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ദുഷിച്ച കഠിനമായിട്ടുള്ള ചിന്തകളും ഒക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ആധ്യാത്മിക ജ്ഞാനം ഒഴിച്ചതിനെ കഴുകിക്കളയാൻ കഴിയും. നമുക്ക് ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഒരു അടച്ചിട്ട നിലവറയായിട്ടൊക്കെ മറ്റും കാണാം. അതിനകത്ത് ഒരുപാട് ക്ഷുദ്രജീവികളും ഒക്കെ കാണും. പാമ്പും പഴുതാരയും ഒക്കെ അടങ്ങുന്ന ക്ഷുദ്രജീവികളും ഒക്കെ കാണും. നെഗറ്റീവ് ചിന്തകളുടെയും ദുഷിച്ച ചിന്തകളുടെയും എല്ലാം അതിനെയൊക്കെ കഴുകി അടിച്ച് വൃത്തിയാക്കി നന്നാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉപബോധ മനസ്സിലേക്ക് ബോധമനസ്സിലൂടെ ജ്ഞാനമാകുന്ന ആത്മീയ ജ്ഞാനം നിരന്തരം നൽകണം. മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞതാണ്, ഉമ്മറിനെ പോലുള്ള ഒരു ഭരണാധികാരിയ ലോകം ആഗ്രഹിക്കുന്നുണ്ട്. ഉമ്മർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ പോലുള്ള ഒരു ഭരണ സംവിധാനം ലോകത്ത് വന്നാൽ എല്ലാവർക്കും ശാന്തമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്നുള്ളത് നോക്കുക. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് സംസ്കാര സമ്പന്നാക്കി മാറ്റി. അപ്പോൾ അതാണ് ആധ്യാത്മിക ജ്ഞാനങ്ങളിലൂടെയെല്ലാം ലഭിക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം വാക്കുകളിലൂടെ മാത്രം കാണുമ്പോൾ നമുക്ക് അതിന്റെയൊക്കെ ആ ഉപമകൾ, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അതിലെ ആ രത്നങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഏതൊരു കൊടുംപാപിക്കും, ഏതൊരു ദുഷിച്ച മനസ്സുള്ള ആൾക്കും, ഏതൊരു വർഗീയ ചിന്തകൾ ഉണ്ടെങ്കിലും നമ്മൾ ആ ഓരോ വേദഗ്രന്ഥങ്ങളുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിന്റെ എല്ലാം ഒരു ആശയം ഏകദൈവമായ ഒരു തലത്തിലേക്കാണ് ഉത്ബോധനം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭഗവത്ഗീതയിലും എല്ലാം നമുക്കത് കാണാൻ കഴിയും. നല്ല സ്വാമിമാരിൽ നിന്ന് ആ ഗ്രന്ഥങ്ങളിലുള്ള ആത്മജ്ഞാനം, അതിന്റെ ആത്മജ്ഞാനം നമ്മൾ ഗ്രഹിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ ആ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെയും നമുക്ക് പുനരുദ്ധീകരിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടുതൽ വിശദീകരണങ്ങൾക്ക് എന്തായാലും സമയമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി.